അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 8ാം ക്ലാസ്സിലെ തസ്കിയയിലെ 7ാമത്തെ പാഠം ഹലാലുൽ ലനാ വ ഹറാമുൻ അലൈക്കും എന്ന ആ പാഠത്തിൻ്റെ തെദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത്. ഖുറാസ നഖറഉ വ നഫ്ഹമു, വായിച്ച് മനസ്സിലാക്കാനാണ്. ഖസഫ എന്ന തുന്നി, ചെരുപ്പ് തുന്നുമ്പോഴാണ് അങ്ങനെ പറയാം, ഖസഫ കേട്ടോ, പാസ്റ്റാണത്. പിന്നെ നഅ്ല് പറഞ്ഞാൽ ചെരുപ്പ്. ഖറജ മിൻക, നീ ചെയ്തു. ത്വബഖ, പാകം ചെയ്തു. മൈത്തത്തുൻ, ശവം. സിറുൻ, രഹസ്യം. മനാമുൻ, സ്വപ്നം. ഹബ്ബ, ഉണർന്നു. ഫാഹ, മണം പരന്നു. ഇഷ്തഹ, ആഗ്രഹിച്ചു. ദഹിഷ, പരിഭ്രമിച്ചു. ഖിയാറുൻ, ഉത്തമൻ. ജറ, നടന്നു. ദറജത്തുൻ, പദവി. ഹിമാറുൻ, കഴുത. ഹാമിലുൻ, ഗർഭിണി. അഅദ്ദ, തയ്യാറാക്കി. ഇനി അടുത്തത് നക്തുബുൽ മഅനാന, അർത്ഥം ഇതാണ്. ഹിവാറുൻ, സംഭാഷണം. മത്ബഹുൻ, അടുക്കള. അർറുഇയ, സ്വപ്നം. ആരിഫ്, ആത്മജ്ഞാനി. ഖസ്ഫുൻ, ചെരുപ്പ് തുന്നൽ. അർമല, വിധവ. മസ്റൂറുൻ, സന്തോഷിക്കുന്നവൻ. സാഹിദ്, ഐഹിക വിരക്തൻ. ഇനി സന്ദർഭങ്ങൾ കണ്ടെത്താനാണ് കേട്ടോ. സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം ഓരോന്നിൻ്റെ. കം ഹജ്ജ മിനന്നാസി ഹാദൽ ആം, ഈ വർഷം എത്ര ജനങ്ങൾ ഹജ്ജ് ചെയ്തു. ഇതിൻ്റെ സന്ദർഭം എന്താണ്, ഇതുണ്ടായ സന്ദർഭം എന്താണ്. അറബിയല്ല ചോദ്യം. കം ഹജ്ജ മിനന്നാസി ഹാദൽ ആം, ഇനി അറബിയിൽ തന്നെ നമുക്ക് ഉത്തരം പറയാം. റഅ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് ഫി മനാമിഹി ബഅദ അൻ ഹജ്ജ മുഹാദിസതൻ ബൈന മലക്കൈനി വഹുവ നായിം ഫിൽ മസ്ജിദിൽ ഹറാം വഹാദാ മാ സഅലഹു അഹദുൽ മലക്കൈനി. അതിൻ്റെ അർത്ഥം എന്താ? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് ഹജ്ജ് കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിൽ ഉറങ്ങുമ്പോൾ 2 മലക്കുകളുടെ സംഭാഷണം സ്വപ്നത്തിൽ കണ്ടു. ഒരു മലക്ക് ചോദിച്ചതാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറബി എഴുതാം, അതല്ല അറബി മലയാളം അങ്ങനെ എഴുതാം കേട്ടോ. ഞാൻ രണ്ടും സംഘടിപ്പിച്ചു എന്ന് മാത്രം. ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാം. വബി ബറകതി ഹജ്ജിഹി ഖുബില ഹജ്ജുൽ കുല്ലി, ഈ വാക്ക് ഉണ്ടായ സന്ദർഭം ഏതാണ്? എന്താ എൻ്റെ അർത്ഥം? അവരുടെ ഹജ്ജിൻ്റെ പുണ്യം കൊണ്ട് എല്ലാവരുടെയും ഹജ്ജും സ്വീകരിക്കപ്പെട്ടു. ഈ വാക്ക് ഉണ്ടായ സന്ദർഭം എപ്പോഴാണ് നോക്കാം നമുക്ക്. റഅ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് ഫി മനാമിഹി മലക്കൈനി യതഹാവറാനി ഫഖാല അഹദുഹുമാ ലിൽ ആഖർ كم حجا قبل هذا العام فقال الملك الآخر لم يقبل حج أحد ولكن بسبب حج رجل خساف من دمشق يدعى الموفق وهو لم يحج هذا العام قبل حج الناس جميعا. നിങ്ങൾക്ക് എന്ത് ചെയ്തണ്ടേ? ഇതെഴുതണ എഴുതിക്കോളൂ. അതിന് മലയാളം എന്താ? അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു 2 മലക്കുകൾ സംഭാഷണം നടത്തുന്നത് തൻ്റെ സ്വപ്നത്തിൽ കണ്ടു. അവരിലൊരാൾ മറ്റേയാളോട് ചോദിച്ചു, ഈ വർഷം എത്ര ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു? മറ്റേ മലക്ക് മറുപടി പറഞ്ഞു, ആരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ദമസ്കസിലെ മുവഫഖ് എന്ന പേരുള്ള ചെരുപ്പ് തുന്നുന്ന ആളുടെ ഹജ്ജ് കാരണം അദ്ദേഹം ഈ വർഷം ഹജ്ജ് ചെയ്തില്ലെങ്കിലും എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു. അതാണ് 2ാമത്തെ ചോദ്യത്തിൻ്റെ സന്ദർഭം.
ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, ഹലാലുൻ ലനാ വ ഹറാമുൻ അലൈക്കും. ഈ വാക്ക് എപ്പോഴാണ് ഉണ്ടായത്? നിങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമും കേട്ടോ. അവിടെ ഒന്നാമത് ഞങ്ങൾക്ക് എന്നാണ്, ഞാൻ വെട്ടിക്കളി. ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. ഹലാലുൻ ലനാ വ ഹറാമുൻ അലൈക്കും. ആ വാക്കിൻ്റെ സന്ദർഭം എന്താണ്? ലമ്മഷ്തമ്മത്ത് സൗജത്തുൽ മുവഫഖി അൽ ഹാമിലു റാഹിഹത തുബ്ഖിൽ ലഹ്മി മിനൽ ബൈത്തിൽ മുജാവിരി ഇഷ്തഹത്തുൽ ലഹ്മ ഫദഹബൽ മുവഫഖു ഇലൈഹാ വസഅലഹാ ഫഹാദിഹി മഖാലത്തുൽ മർഅത്തിൽ അർമല. നമുക്ക് എന്ത് ചെയ്തോ ചെയ്തിക്കോ. ഇതിനർത്ഥം എന്താ? മുവഫഖിൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചി പാകം ചെയ്യുന്ന വാസന ലഭിച്ചപ്പോൾ ഇറച്ചിയോട് ആഗ്രഹമായി അദ്ദേഹം അവിടെ പോയി ചോദിച്ചപ്പോൾ വിധവയായ സ്ത്രീ പറഞ്ഞതാണ് ഇത്. എന്ത്? ഹാദാ ഹലാലുൻ ലനാ വ ഹറാമുൻ അലൈക്കും. ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. അപ്പോൾ അറബി മലയാളം എഴുതണമെങ്കിൽ ചെയ്ത് അറബിയിൽ ചോദ്യമായതുകൊണ്ട് അറബിയിൽ ആൻസർ ചെയ്ത് അങ്ങനെ എഴുതാം. ഇനി നാലാമത്തെ ചോദ്യം, അൻഫിഖി അലാ ഐതാമിക്. അൻഫിഖി അലാ ഐതാമിക് ഈ വാക്യം എപ്പോൾ ഉണ്ടായതാണ്? നിന്റെ യതീമുകളുടെ മേൽ ചിലവഴിച്ചോ. ഈ വാക്യം എപ്പോൾ ഉണ്ടായത്? ആ സന്ദർഭം വിവരിക്കാനാണ്. ഹാദാ മാ ഖാലഹുൽ മുവഫഖു ഹീന റഅ ജാറതഹു തത്ബഖു ലി ഔലാദിഹാ ലഹ്മ ഹിമാരി മൈത്തിൻ ഫഅതാഹാ 300 ദിർഹം കാന ഖദ് അഅദ്ദഹാ ലിൽ ഹജ്ജ്. എന്തായതിനർത്ഥം? തൻ്റെ അയൽവാസി ചത്ത കൈതയുടെ ഇറച്ചി മക്കൾക്ക് പാകം ചെയ്ത് കൊടുക്കുന്നത് കണ്ട് താൻ ഹജ്ജിന് വേണ്ടി ഒരുക്കി വെച്ച 300 ദിർഹം വിധവക്ക് നൽകിക്കൊണ്ട് മുവഫഖ് പറഞ്ഞതാണിത്. അപ്പോൾ ആ സന്ദർഭം അതങ്ങനെയായി. ഇനി അതും കഴിഞ്ഞു. ഇനി നമുക്ക് പറയാൻ മക്കളെ ഹർക്കത്ത് ഇടാനാണ്. പുള്ളി കുത്തൊക്കെ ഉണ്ടാവും. നിങ്ങളതിന് ഫത്തഹ് ലമ്മ് കസ്ർ ഇവിടെ മെയിനായിട്ട് ഫസ്റ്റത്തെ അല്ല, ഓരോന്നിൻ്റെയും ഇറാബുകളാണ്. മുവഫഖുൻ മുബത്തദാണ്, അതിന് റഫ് കൊടുക്കണം. റജുലുൻ അതിൻ്റെ ഖബറാണ്, അതിന് റഫ് കൊടുക്കണം. മുബാറക്ക് പിന്നെ മൗസൂഫാണ്, സിഫത്താണ്. മറ്റേ റജുല് മൗസൂഫാണ്. അപ്പം അങ്ങനെ ഇറാബുകളൊക്കെ ശരിക്ക് തെറ്റാണ്. അവിടെ ഞാൻ മുവഫഖുൻ എന്ന് തന്നെ കൊടുക്കണം. മുവഫഖാന്നോ മുവഫിഖ് എന്നല്ല. മുവഫഖുൻ റജുലുൻ മുബാറക്കുൻ. ഞാൻ 2 വട്ടം എഴുതിയിട്ടില്ല, ഒറ്റ വട്ടം എഴുതിയിട്ടുള്ളൂ. ഇന്നൽ ഐതാമു എന്നല്ല, ഇന്നൽ ഐതാമ ജിയാഉൻ വിശന്നവരാണ്. അവിടെ ഇന്ന വന്നപ്പോൾ ഇന്നൻ്റെ ഇസ്മാണ് ഐതാമ എന്നുള്ളത്, ഖബറാണ് ജിയാഉൻ എന്നുള്ളത്. അപ്പോൾ അതിന് റഫും കൊടുത്തു. ഇന്നൻ്റെ ഖബറിന് റഫ്, ഇന്നൻ്റെ ഇസ്മിന് നസ്ബും കൊടുത്തു. ഇനി ലഅല്ലൽ ഫഖീറ സ്വാബിറുൻ. അവിടെ ലഅല്ല എന്ന അസ്മാഉസില്ലേ, ഇന്ന അന്ന കാന്ന ലാക്കിന ലൈത്തല അല്ല, ഇന്നൻ്റെ അഖവാത്ത് പെട്ടതല്ല അല്ല. അപ്പോൾ ലഅല്ല വന്നാലും മുബത്തദിന് നസ്ബ് കൊടുക്കണം, അതിൻ്റെ ഇസ്മാണ്. അപ്പോൾ ലഅല്ലൽ ഫഖീറ സ്വാബിറുൻ എന്ന് പറയാം. അവിടെ അൽ ഫഖീറു എന്നല്ല, ഫഖീരി എന്നല്ല, ഫഖീറ. പിന്നെ സ്വാബിറൻ എന്നല്ല, സ്വാബിരി എന്നല്ല, സ്വാബിറുൻ. എന്തുകൊണ്ട്? ലഅല്ലയുടെ ഇസ്മിന് നസ്ബും ഖബറിനിക്ക് റഫും ആണ് ചെയ്യുന്നത്. അപ്പോൾ ലഅല്ലൽ ഫഖീറ സ്വാബിറുൻ. പിന്നെ കാന്ന ശൈഖ സാഹിദുൻ. അവിടെ കാന്ന ശൈഖ സാഹിദുൻ. കഅന്ന ഇന്നൻ്റെ അഖവാത്ത് പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ശൈഖ ഇന്നൻ്റെ ഇസ്മാണ്, നസ്ബ് ചെയ്യണം. പിന്നെ സാഹിദുൻ ഖബറാണ്, അതിന് ഖബറും കൊടുക്കുക, ഇന്നൻ്റെ ഖബറാണ്. അപ്പോൾ നമ്മളിതിൽ ഹർക്കത്ത് കൊടുക്കുക പറഞ്ഞാൽ നിങ്ങൾ ഒന്നാമത്തെ മീമിൻ്റെ ലമ്മത്തിനെ പറ്റിയോ വാവിൻ്റെ ഫത്തഹിനെ പറ്റിയോ ഫായിൻ്റെ ഫത്തഹിനെ പറ്റിയോ അല്ല, ഇറാബ് പറഞ്ഞ പദങ്ങളുടെ അവസാനത്തെ ഹർക്കത്തുകൾ കേട്ടോ, അവസ്ഥകൾ. ഈ ഓരോ പദങ്ങളുടെ അവസാനത്തെ അവസ്ഥ എന്താ നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. കാര്യമായിട്ട് അത് ശ്രദ്ധിക്കണം. പഠിച്ചിട്ട് ഇതിന് വ്യത്യാസം എന്താണ് മാനസികമായിട്ട് വെറുതെ അങ്ങനെ വായിച്ചു പോകുന്നല്ല. എന്താണ് ഇവിടെ അങ്ങനെ പറയാൻ കാരണം എന്താ, ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൂടാ നിങ്ങൾ ചോദിക്കണം. മുവഫഖുൻ എന്തുകൊണ്ട് പറഞ്ഞെന്താ? മുവഫഖ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റോടത്ത് ഇന്നൽ ഐതാമ എന്നല്ല പറഞ്ഞു, ഇവിടെ എന്താ മുവഫഖ് എന്നപ്പോൾ മുവഫഖ എന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കണം. ഞാൻ സ്വന്തത്തോട് ചോദിച്ചിട്ട് സ്വന്തത്തിന് ആൻസറും കണ്ടെത്തണം. ഞാനൊക്കെ പറഞ്ഞു. ഇനി നുകവ്വിനുൽ ജുമല ബിസ്തിബ്ദാലിൽ കലിമാത്തില്ലത്തി തഹ്തഹാ ഖത്തുൻ കമാ ഫിൽ മിസാലി. എന്താണ്? നമുക്ക് അവിടെ ഒന്ന് ഒരു വരി കയറിപ്പോയില്ലേ. ഒന്നാമത്തെ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് ആലിമുൻ. അതിനോട് പറ്റിയ ഒരു വാക്ക് താഴെ ഉണ്ടാക്കണം. ഖത്ത് നമ്മൾ വരയ്ക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ അത്
വീഡിയോ നിർത്തേണ്ടി വരും. ഇങ്ങോട്ട് വേറെ ചെയ്യാൻ വെച്ചാൽ മടിയാനാണ്. അവിടെ എവിടെയാണോ വിരലുള്ള വാക്കുകൾ മാറ്റിങ്ങൾ എന്ത് ചെയ്യുക? അബ്ദുർ റഹീം ആലിമുൻ, അബുദു ഉണ്ടോ? അബുദു ബടി അബുദു, പിന്നെ ആലിമുൻ, റഹീം അടക്കട്ടെ. അള്ളാഹിൻ്റെ സദ റഹീം കൊടുത്ത് അബുദു ആലിമുൻ, അബ്ദുർ റഹീം ആലിമാണ്. ഇനി അവിടെ ഇന്ന അബ്ദുല്ലാഹിൽ മുബാറക്കി ആലിമുൻ, അവിടെ ഇന്ന വന്നു. ഇവിടെ ഇന്ന അബ്ദുർ റഹീമി ആലിമുൻ. അപ്പോൾ ഇന്നൻ്റെ ഇസ്മിൻ നസ്ബ് കൊടുത്തു, ഖബറിനിക്ക് റഫ്ഉം കൊടുത്തു. ഈ രണ്ടാമത്തത് അൽ ജാറത്തു ഫഖീറത്തുൻ, അലിമൽ മുവഫഖു അന്നൽ ജാറത്ത ഫഖീറത്തുൻ. അവിടെ അൽ ജാറത്തു എന്നുള്ളതിന് അൽ ജാറത്തു എന്നതിൽ അന്ന എന്ന അക്ഷരം വന്നപ്പോൾ ആലിമക്ക് അന്നേ വരിക. അന്ന എന്ന അക്ഷരം വന്നപ്പോൾ അന്നൽ ജാറത്ത ഫഖീറത്തുൻ എങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊന്നുണ്ടാക്കി. ഇനിയിപ്പോൾ നമ്മൾ അതിന് വേറൊന്നുണ്ടാക്കണം. ഈ അൽ ജാറത്തു ഫഖീറത്തു എന്നൊരു വേറെ സെൻറ്റൻസ് ഉണ്ടാക്കണം. അതുപോലെ അലിമൽ മുവഫഖു അന്നൽ ജാറത്ത ഫഖീറത്തു അതിന് വേറെ ഉണ്ടാക്കണം. നമുക്ക് പറഞ്ഞു നോക്കുക. ആയിഷത്തു ഫഖീറത്തുൻ, അൽ ജാറത്തു ഫഖീറത്തുൻ, ആയിഷത്തു ഫഖീറത്തുൻ. രണ്ടാമത്തെ അലിമ ഉമറു അന്ന ആയിഷത്ത ഫഖീറത്തുൻ ഉണ്ടോ. അപ്പോൾ അന്ന ആയിഷത്ത അന്നൻ്റെ ഇസ്മിൻ നസ്ബ് കൊടുത്തു, ഫഖീറത്തുൻ ഖബറിന് റഫ്ഉം കൊടുത്തു. ഇനി 3 അന്നാസു ഗാഫിലൂൻ ലാകിന്ന അന്നാസ ഗാഫിലൂന ഉണ്ടോ. അന്നാസു ഗാഫിലൂന, അന്നാസു അത് മുബത്തദ ആണ്, അതിൻ്റെ ഖബറാണ് ഗാഫിലൂന. അവിടെ ബാബും കൊണ്ടാണ് റഫ്ഉ, ജമ്മദൊക്കെ സാലിമായതുകൊണ്ട്. ഇനി അന്നാസു ലാക്കിന്നന്നാസ ഗാഫിലൂന, ലാക്കിന്ന ഇന്നൻ്റെ അഖവത്താണ്, അഖവത്തിൽപ്പെട്ടതാണ്, ഉഖ്താണ്. അപ്പോൾ അതിന് ഇസ്മിനിക്ക് നസ്ബ് കൊടുക്കണം. അപ്പോൾ എങ്ങനെ പറയാം? ലാക്കിന്നന്നാസ അത് ഫത്ഹത്തു നസ്ബ് ചെയ്തു. ഗാഫിലൂന അത് ലാക്കിന്നൻ്റെ ഖബറാണ്, ആ ഖബറിനിക്ക് വാവും കൊണ്ട് റഫ് കൊടുത്തു, ജമ്മു മുദക്കർ സാലിമായതുകൊണ്ട്. നമ്മൾ ഉണ്ടാക്കാതെ മതി. അർറിജാലു സ്വാഇമൂന, അന്നാസു മാറ്റി റിജാലാക്കി, സ്വാഇമൂന എന്നാക്കി, ഗാഫിലു മാറ്റി, അർറിജാലു സ്വാഇമൂന ലാക്കിന്ന റിജാല സ്വാഇമൂന. അവർക്ക് അതേമാതിരി മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇനി അൽ ജീറാനു നായിമൂൻ, അൽ ഹാരിസൂന നായിമൂൻ ഉണ്ടോ. കാന്നൽ ജീറാന നായിമൂൻ, കാന്നൽ ഹാരിസീന നായിമൂൻ. ഇവിടെയൊക്കെ കാന്നൻ്റെ ഇസ്മാണ് ജീറാൻ എന്നുള്ളത്. അപ്പോൾ ജീറാന എന്ന് പറഞ്ഞു. കാന്നൽ ഹാരിസീന ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ കൊടുത്തത് ഫതഹത്ത് കൊണ്ട് യാവ് കൊണ്ട് നസ്ബായിട്ടാണ്, മുദക്കർ സാലിമായിട്ട് തന്നെ കേട്ടോ. ജീറാനിൻ്റെ ബത്തിൽ പദം കൊടുക്കാൻ നല്ലത്. കാന്നൽ ജീറാന നായിമൂന. അൽഅഗ്നിയാഉ മുതനബ്ബിഹൂന ലൈതൽ അഗ്നിയാഅ മുതനബ്ബിഹൂന ഉണ്ടോ. അൽഅഗ്നിയാഉ മുതനബ്ബിഹൂന നേരത്തെ പറഞ്ഞ മുതനബ്ബിഹൂന. അൽഅഗ്നിയാഉ മുബത്തദയാണ്, മുതനബ്ബിഹൂന അതിൻ്റെ ഖബറാണ്, റഫ്ആണ്. മുബത്തദയിൽ ലമ്മത്ത് കൊണ്ട് തന്നെയാണ് റഫ് കൊടുത്തിരിക്കുന്നത്, ഖബറിനിക്ക് വാവും കൊണ്ടാണ് റഫ് കൊടുത്തത്, മുദക്കർ സാലിമായതുകൊണ്ട്. ലൈതൽ അഗ്നിയാഅ ലൈതൻ്റെ ഇസ്മാണ്, അഗ്നിയ അത് ഫത്ഹത്ത് കൊണ്ട് നസ്ബ് കൊടുത്തു, പക്ഷേ അതിൻ്റെ ഖബർ മുതനബ്ബിഹൂന എന്നാണ്. അപ്പോൾ അവിടെ വാവും കൊണ്ടാണ് റഫ്. അപ്പോൾ റഫ് എന്ന് പറഞ്ഞ ഇറാബ് അത് അക്ഷരം കൊണ്ടും ഉണ്ടാകും, ഹർക്കത്ത് കൊണ്ടും ഉണ്ടാകും. ഇവിടെ അക്ഷരം കൊണ്ടാകും നിൽക്കുന്നത്. അൽ അഗ്നിയാഉ ഖായിമൂന ലൈതൽ അഗ്നിയാഅ ഖായിമൂന അതേപോലെ തന്നെ കേട്ടോ. ഞാറ് അൽ ഫുഖറാഉ സ്വാബിറൂൻ ലഅല്ലൽ ഫുഖറാഅ സ്വാബിറൂൻ, അൽ ഫുഖറാഉ സ്വാബിറൂന ഉണ്ടോ. മസ്റൂറൂന മാറ്റിയിട്ട് സ്വാബിറൂന എന്നാക്കി. അവിടെയൊക്കെ വാവും കൊണ്ടാണ് ഖബറിന് റഫ്, ലമ്മത്ത് കൊണ്ടാണ് മുബത്തദക്ക് നസ്ബ്. പക്ഷേ ലഅല്ല വന്നപ്പോൾ നമ്മൾ പറഞ്ഞു മുബത്തദന് നസ്ബും ഖബറിന് റഫും ചെയ്യണം. അപ്പോൾ ഇവിടെ ലഅല്ലൻ്റെ ഇസ്മാണ് ഫുഖറ എന്നുള്ളത്. അപ്പോൾ അവിടെ ഫുഖറ എന്ന് പറ്റില്ല, ഫുഖറാഇ പറ്റില്ല, ഫുഖറ എന്ന് തന്നെ പറയണം. പിന്നെ സ്വാബിറൂൻ അത് വാവും കൊണ്ടാണ് റഫ് ഉള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ റഫ് എന്ന ഇറാബ് ഹറക്കത്ത് കൊണ്ട് വന്നതും അക്ഷരം കൊണ്ട് വന്നതും ഇവിടെ നമ്മൾ ഈ പാഠത്ത് മനസ്സിലാക്കി. അല്ലാഹു നീ ഖബൂലാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അർഹമുർ
റഹീമീനായ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ഓർമ്മ തരണേ അല്ലാഹ്, ബുദ്ധി തരണേ അല്ലാഹ്. അല്ലാഹുവേ മനസ്സിലാക്കാനും മനഃപ്പാഠമാക്കാനുമുള്ള കഴിവ് തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്, ഉന്നതരാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് സർവ്വപാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. രോഗം ശിഫയാക്കി തരണേ അല്ലാഹ്. കടമുള്ളവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ായ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, വല്യുപ്പമാരുണ്ട്, വല്യുമ്മമാരുണ്ട്, രക്തബന്ധത്തിലുണ്ട്, കെട്ടുബന്ധത്തിലുണ്ട്, സ്നേഹജനങ്ങളുണ്ട്. അവർക്കെല്ലാം ഖബർ വിശാലാക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ പരിമണമുള്ള ഖബറുകളാക്കണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.